ഹായ് ഫ്രണ്ട്സ്, ഇതൊരു സ്ട്രീറ്റ് ലൈറ്റ് ആണ്. ഇത് കംപ്ലൈൻ്റ് ആണ്. ഇനി നമുക്കിതൊന്ന് ഊരി നോക്കാം. സ്ക്രൂ എല്ലാം അഴിക്കാം. ഞാൻ ഈ സ്ക്രൂ എല്ലാം ഒന്ന് അഴിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലിവിടെ ഒരു പവർ സപ്ലൈ കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് വോൾട്ടേജ് വരുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് LED-യിലേക്ക് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ LED ഡ്രൈവർ കംപ്ലൈൻ്റ് ആയതാണ്. നമുക്കിനിയിപ്പം ഈ LED ഡ്രൈവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന്. ഞാൻ LED ഡ്രൈവർ ബോർഡ് ഊരിയിട്ടുണ്ട്. ഇതിൽ റബ്ബറിൻ്റെ കൊണ്ട് മൊത്തം സീൽ ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ സീലെല്ലാം ഇളക്കി കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇളക്കാൻ ഭയങ്കര പാടാണ്, ഇളക്കിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ റെസിസ്റ്റർ കത്തിപ്പോയതാണ്. ഇതൊരു യൂസബിൾ റെസിസ്റ്ററാണ്. മാറിയിടാൻ എൻ്റെ വേറെ ഒന്നുമില്ല. ഞാനൊന്ന് ഷോർട്ട് ചെയ്തിട്ട് ഇത് തന്നെയാണോ കംപ്ലൈൻറ്റ്, ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ റെസിസ്റ്ററിന് കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കംപ്ലൈൻറ്റ് ആണോ എന്നൊന്ന് ചുമ്മാ ചെക്ക് ചെയ്തേക്കാം. കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ശബ്ദം കേൾക്കും. ചെക്ക് ചെയ്ത് നോക്കാം. റീഡിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഈ റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആണ്. നമുക്കിതൊന്ന് ഇപ്പോൾ മാറ്റിയിടാനായിട്ട് വേറെ ഇല്ല. ഇതൊന്ന് ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് LED ഒന്ന് കണക്ട് ചെയ്തിട്ട് കത്തുന്നുണ്ടെന്ന് നോക്കാം. ഇതാണ് കംപ്ലൈൻ്റ് ആയ റെസിസ്റ്റർ. ഇത് മൊത്തം കത്തിപ്പോയതാണ്. ഇത് ഞാൻ ബോർഡിൽ നിന്ന് ഊരി എടുത്തിരിക്കുകയാണ്. എന്നിട്ട് റെസിസ്റ്റർ ഇല്ലാതെ ഞാൻ ഡയറക്റ്റ് AC നമ്മുടെ ബോർഡിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. AC-യുടെ വയർ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ LED-യും കൂടെ ഇത് കണക്ട് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതോ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പവർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. സാധനം വർക്കിംഗ് ആയിട്ടുണ്ട്. ആ റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആയതായിരുന്നു. ഇനിയിപ്പോൾ അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ വർക്കിംഗ് ആണ്. ഞാനിപ്പോൾ തൽക്കാലം ഷോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഡയറക്റ്റ് AC കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പഴയതുപോലെ ഇത് തന്നെ നമുക്ക് അസംബിൾ ചെയ്തെടുക്കാം. പഴയതുപോലെ തന്നെ സ്ക്രൂ എല്ലാം ചെയ്തിട്ട് ഒന്നുകൂടെ ഇത് ഞാൻ കത്തിച്ച് കാണിക്കാം. റീഅസംബിൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് പവർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം.